പിടിച്ചോ. ചാടല്ലേ മണ്ണ മേത്തേക്ക് ചാടില്ലേ. കഴിഞ്ഞ പ്രവാസിയാണ് വെക്കേഷൻ ഡേ 2. ഇത് ഞാൻ നാട്ടിലെത്തി 2ാമത്തെ ദിവസമാണ്. ഞാൻ 2ാമത്തെ ദിവസമായപ്പം എൻ്റെ സിസ്റ്ററും സിസ്റ്ററുടെ ബേബിയും വന്നു കേട്ടോ. ബേബീസ് വീട്ടിലുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. സുന്ദരനായോ? ബായോ പോവാം, പാപ്പൻ തന്നെ വാ. ഇവിടെ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ മാസത്തിൽ നമ്മൾ മുന്നേ 2 തവണ കുളിപ്പിക്കും കേട്ടോ. ഞാൻ പോകുന്നവരെ അതെൻ്റെ ജോലിയായിരുന്നു. നൗ അത് ഉമ്മയാണ് ചെയ്യുന്നത്. ബേബി വരുമ്പോൾ എല്ലാം ബേബിയുടെ മെയിൻ വിക്റ്റിമാണ് മുന്നേ പരമാവധി വെറുപ്പിക്കാറുണ്ടെന്നാണ് ഉമ്മ പറഞ്ഞത്. പിന്നെ മുന്നേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുന്നേ ഭയങ്കര കാമായിട്ടുള്ളൊരു ക്യാറ്റാണ്. വീട്ടിലെ പരിചയമുള്ള ആൾക്കാരുമായിട്ട് അവൻ ഭയങ്കര കാമായിരിക്കും. സോ സേഫാണ്. അവൻ ഒരിക്കലും എന്ത് ചെയ്താലും റിയാക്ട് ചെയ്യാറില്ല അവളോട്. സച്ച് എ ഹാൻസം ജെന്റിൽമാൻ അല്ലേ? അത് വേണ്ട അവന്. പിന്നെ വേണ്ടേ എടി ഇവിടെ അത് കൊടുക്കടേ, കളിപ്പിക്കണടി. കൈമുറിക്കണ്ട. ഇത് ഞാൻ അവിടെ നിന്ന് വന്നപ്പം ലിഡിലിന് മേടിച്ചൊരു സ്റ്റിക്കായിരുന്നു. എന്താ ടേസ്റ്റ് എന്നൊന്നും അറിയില്ല, പക്ഷേ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവന്. വാശി പിടിക്കും. എടുക്കണ്ട, തുറണ്ട. അത് ഒരു വീഡിയോ എടുക്കണമെങ്കിൽ എന്തൊക്കെ കഷ്ടപ്പാടാ നോക്കണേ. അപ്പം ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ കറി ആയിരുന്നു. ഇന്ന് ലഞ്ച് സ്പോൺസർ ചെയ്തത് കുഞ്ഞുമ്മയുടെ വീട്ടിൽ നിന്നായിരുന്നു. വീട്ടിലുള്ള സമയത്ത് അധികം ഫുഡ് കഴിക്കാത്തത് കൊണ്ട് തന്നെ ഉമ്മ വാരി തന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. ബട്ട് ഇപ്പോൾ അത്യാവശ്യത്തിനല്ല, ആവശ്യത്തിന് കുക്ക് ചെയ്യാൻ അറിയാവുന്നതും എടുത്ത് സ്വയം കഴിക്കാൻ അറിയാവുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട് ഞാൻ. മാറ്റങ്ങൾ അനിവാര്യമാണ്.